ഓം ശാന്തി. 11ാമത് വിശ്വ യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ബ്രഹ്മകുമാരീസ് ഷൊർണൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശാന്തിയാത്ര ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷൊർണൂർ ശ്രീ രവികുമാർ അവർകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. രാവിലെ 9 മണിക്ക് ഷൊർണൂർ ബ്രഹ്മകുമാരീസ് ശാഖയിൽ നിന്നും പുറപ്പെട്ട ശാന്തിയാത്ര 10 മണിയോടെയാണ് മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചേർന്നത്. ഒരു ദുർഗുണം വെടിയു, ഒരു ഗുണം നേടു, ഒരു നവയുഗത്തിനായി ഒരു ഗുണം നേടു, ഒരു ഗുണം നേടു, ഒരു സ്നേഹത്തെ പരമായി. മണ്ണിനെ വിണ്ണാക്കി മാറ്റാൻ വരികൈ മഹാരഥത്തിൻ ചാരേ. ഈ മണ്ണിനെ വിണ്ണാക്കി മാറ്റാൻ വരികൈ മഹാരഥത്തിൻ ചാരേ. ഒരു ദുർഗുണം വെടിയു, ഒരു ഗുണം നേടു, ഒരു നവയുഗത്തിനായി ഒരു ഗുണം നേടു, ഒരു ഗുണം നേടു, ഒരു സ്നേഹത്തെ പരമായി, ഒരു സ്നേഹത്തെ പരമായി. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿರಾಗಧರ ಸುಂದರತರ ಪಿರಾಗ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಕೊರಳಲಿ ವಸಿವರು ರುದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ ತನಂ ದಾನಂ ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನ
सब कह रहे हैं आदि योगी, योग के स्पर्श से अब योग में करना है तन मन। सांस शाश्वत सनन सननन, प्राण गुंजन घनन घननन, उतरे मुझ में आदि योगी, योग धारा छलक छन छन। सांस शाश्वत सनन सननन, प्राण गुंजन घनन घननन, उतरे मुझ में आदि योगी, उतरे मुझ में आदि योगी। खन खन सांस शाश्वत सनन सनन, प्राण गुंजन घनन घनन, उतरे मुझ में आदि योगी, उतरे मुझ में आदि योगी। വിശ്വമാനവികരംഗവേദിയിൽ ദേവസഭയൊരുങ്ങി, വിശ്വമാനവികരംഗവേദിയിൽ ദേവസഭയൊരുങ്ങി, വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി, വിശ്വമാനവികരംഗവേദിയിൽ ദേവസഭയൊരുങ്ങി, വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി. ശതകോടികളുടെ ഹൃദയങ്ങളിൽ ഒരു സുന്ദര ശ്രുതി മീട്ടി, സത്യയുഗത്തിനെ വരവേൽക്കാനായി കാലവും ഒരുങ്ങി. വിശ്വപിതാവാം പരമാത്മാവിൻ ജ്ഞാനഗംഗയൊഴുകി, വിശ്വമാനവികരംഗവേദിയിൽ ദേവസഭയൊരുങ്ങി, വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി. ഭേദങ്ങൾ ഏകാത്മകമാവുകയായി, പല നിറമെഴുമലരുകളാൽ ഒരു ഹാരം തീർക്കുകയായി. വസുദേവ കുടുംബകമായി ഈ ലോകം മാറുകയായി, ധർമ്മത്തിൻ സ്ഥാപകനാം പരമാത്മൻ മൊഴിയുകയായി. മാനവരൊന്നായി പരമാത്മാവിൻ
മഹിമകൾ പാടുകയായി. ശാന്തി നിറഞ്ഞൊഴുകിടാൻ യോഗികൾ തപസ്സിൽ മുഴുകുകയായി. മംഗളമായൊരു വേളയിൽ ഞങ്ങൾ സ്വാഗതമരുളുകയായി. വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി. വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി. ഇരുളാർന്നൊരു ഹൃദയത്തിൽ ഒരു ദീപം തെളിയുകയായി. നാം ഒന്നായി പാടുകയായി. അസതോമാ സദ്ഗമയ. ത്യാഗത്തിൻ കഥ കേൾക്കാൻ നവഭാരതമുണരുകയായി. ലോകത്തിൽ സുഖമൊഴുകാൻ നാം ഒന്നായി തീരുകയായി. ശാശ്വതമായൊരു മാനവധർമ്മം വീണ്ടും പുലരുകയായി. നിത്യമനോഹര സംസ്കാരത്തിൻ ശംഖുലി കേൾക്കുകയായി. മംഗളമായൊരു വേളയിൽ ഞങ്ങൾ സ്വാഗതമരുളുകയായി. വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി. വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി. വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി. വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി. ശതകോടികളുടെ ഹൃദയങ്ങളിൽ ഒരു സുന്ദര ശ്രുതി മീട്ടി. സത്യയുഗത്തിനെ വരവേൽക്കാനായി കാലവും ഒരുങ്ങി. വിശ്വപിതാവാം പരമാത്മാവിൻ ജ്ഞാനഗംഗയൊഴുകി. വിശ്വമാനവിക രംഗവേദിയിൽ ദേവസഭയൊരുങ്ങി. വിശ്വശാന്തിയുടെ ശംഖനാദങ്ങൾ വാനിലായി മുഴങ്ങി. ജ്ഞാനദീപമായി വന്ന് മിഴി തുറന്നു നൽകിടും. കൂടെ വന്ന് കൈപിടിച്ച് വഴി നടത്തിയും ഉള്ളിൽ വാഴും ജ്യോതിരൂപം ഇന്നുണർത്തിടാം. വിശ്വമാകുമീ ഗൃഹത്ത് സോദരങ്ങളായി നാം നാഥനാകുമീശ്വരന്റെ മക്കളായി മാറി നാം തേടിയെത്തുമീ പദങ്ങൾ ഹൃത്തിലേറ്റിടാം. കൈകളെന്നും ഒന്നു ചേർത്ത് ഇവിടെ വാണിടാം. ഗുണവരങ്ങളെന്നും ഭൂമി സ്വർഗമാക്കിടാം. ജ്ഞാനദീപമായി വന്ന് മിഴി തുറന്നു നൽകിയും കൂടെ വന്ന് കൈപിടിച്ച് വഴി നടത്തിയും ഉള്ളിൽ വാഴും ജ്യോതിരൂപം ഇന്നുണർത്തിടാം. ഓം ശാന്തി. ഇന്നത്തെ 11ാമത് വിശ്വ യോഗാ ദിനാചരണ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. ലോകത്തിന് ഭാരതം ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശത്താൽ അദ്ദേഹത്തിലൂടെ 2015 മുതൽ അന്തർദേശീയ യോഗാ ദിനമായി ജൂൺ 21 ആഘോഷിച്ചു വരുന്നു. അന്നു മുതൽ ലോകം മുഴുവനും ഈ ദിനം യോഗാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഉത്ഭവം 1936 പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നാണ് ആരംഭിച്ചത്. അന്നു മുതൽ ഇവിടെ ഓരോരുത്തർക്കും നിത്യ ജീവിതത്തിൽ തന്നെ യോഗത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പരംപിത പരമാത്മാവ് നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. യോഗം, യോഗ 2 പദങ്ങളാണ്. ഇവ രണ്ടിൻ്റെയും പ്രസക്തി നമ്മുടെ ജീവിതത്തിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ച്, എന്ന വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പാലക്കാട് മലപ്പുറം ജില്ലയുടെ മുഖ്യ ചുമതലകർത്താവായ ബ്രഹ്മകുമാരീസിൻ്റെ മുഖ്യ ചുമതലകർത്താവായ രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബെഹൻജി എത്തിച്ചേർന്നിട്ടുണ്ട്. മീന ബെഹൻജിക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ നഗരപിതാവായ MK പ്രകാശൻ സാർ എത്താമെന്ന് പറഞ്ഞിരുന്നു. അല്പസമയത്തിനുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട 17ാം വാർഡ് കൗൺസിലർ ശ്രീ കല മനോജ് അവർകളും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ശ്രീമതി അഡ്വക്കേറ്റ് സിനി മനോജ്, ബഹുമാനപ്പെട്ട BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി എത്തിച്ചേർന്നിട്ടുണ്ട്. സിനി മനോജ് മാഡം 2ാം വാർഡ് മുനിസിപ്പൽ കൗൺസിലറാണ്, ഫോർമർ മഹിളാ മോർച്ച സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. മാഡം നമ്മുടെ പരിപാടിയിൽ ഇതിനു മുൻപും പങ്കെടുത്തിട്ടുണ്ട്, രക്ഷാബന്ധനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മാഡത്തിനെയും വളരെ ഭായിയാണ്, റിട്ടയർഡ് PWD എഞ്ചിനീയറാണ്. ബൈജി 25 വർഷങ്ങളായിട്ട് ഈ ഒരു രാജയോഗ പ്രാക്ടീസ് ചെയ്തു വരുന്നു. കോഴിക്കോടിൽ നിന്നും ഈ ഒരു പരിപാടിക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അരവിന്ദാക്ഷൻ ഭായിക്കും സ്വാഗതം. നമ്മുടെ ബ്രഹ്മകുമാരി സുനിത സിസ്റ്റർ എത്തിച്ചേർന്നിട്ടുണ്ട്. സുനിത സിസ്റ്റർ അട്ടപ്പാടി ബ്രഹ്മകുമാരീസിൻ്റെ ചുമതലയാണ് നിർവഹിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും നമ്മളെല്ലാവരെയും കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സിസ്റ്റർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടിക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഷൊർണൂർ മേഖലയിലുള്ള നിരവധി നമ്മുടെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ കുറച്ച് പേരെ നമ്മൾ ആദരിക്കാനും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം കൊണ്ട് സ്വാഗതം അരുളിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി പവിത്ര സിസ്റ്റർ. അടുത്തതായി വേദിയിലുള്ള പൗരപ്രമുഖരെ പൊന്നാടയും ഈശ്വരി ഉപഹാരവും നൽകി ആദരിക്കുന്നു.
അടുത്തതായി 11ാമത് വിശ്വയോഗ ദിനാചരണം ഇന്ന് ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ജില്ലാതല പരിപാടി ഇന്ന് ഷൊർണൂരിൽ അരങ്ങേറുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഷൊർണൂർ നഗരസഭാ അധ്യക്ഷൻ എത്തിയിട്ടില്ല. എന്നാലും നമ്മൾ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. കൂടാതെ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടിയുടെ ശുഭമുഹൂർത്തത്തിന് ആരംഭം കുറിക്കുന്നു. കൂടാതെ അംബുജ മാതാജി ഷൊർണൂർ, ലീല മാതാജി ഷൊർണൂർ, സുഭദ്ര മാതാജി ഷൊർണൂർ, വിശാലാക്ഷി മാതാജി ഷൊർണൂർ, ശ്രീദേവി മാതാജി ഷൊർണൂർ, അനിത ഇപ്പുള്ളി എന്നിവരെയും വേദിയിലെ ഭദ്രദീപത്തിനരികിലേക്ക് ക്ഷണിക്കുന്നു. ഷൊർണൂരിലെ ഇന്ദിര ടീച്ചറെയും. വേദിയിലെ വിശിഷ്ട വ്യക്തികളെല്ലാവരും ഭദ്രദീപത്തിനരികിലെത്തിച്ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ്. सर्वेषां स्वस्तिर्भवतु, सर्वेषां स्वस्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु, सर्वेषां पूर्णं भवतु, सर्वेषां मङ्गलं भवतु, सर्वेषां मङ्गलं भवतु. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित्. ഷൊർണൂരിലെ പുഷ്പ സിസ്റ്ററും കവിതാ സിസ്റ്ററും കൂടെ വേദിയിലേക്ക് ഭദ്രദീപം കൊളുത്തുന്നതിനായി ക്ഷണിക്കുകയാണ്. शान्ति 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 पूर्णं भवतु, सर्वेषां मङ्गलं भवतु, सर्वेषां मङ्गलं भवतु. അടുത്തതായി 30 വർഷത്തെ സുദീർഘമായ ആത്മീയ സാധനയിലൂടെ അനേകം മാനവ മനസ്സുകളിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വയോഗ ദിനാചരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി ശ്രീകലാരാജൻ, അളകസ്വാമി, സിരി മനോജ്, ശ്രീ എൻ ശ്രീരാമൻ, പ്രഭാഷകർ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനാചരണം കൂടിയാണ്. 2014 ഡിസംബർ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും യോഗ ഒരു ഭാരതീയ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഒന്നാണ് യോഗ. അത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു യോഗാഭ്യാസം കൂടിയാണ് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. വളരെ പ്രായം ചെന്നവർക്കും അവരുടെ
രോഗശമനത്തിനുമെല്ലാം ഏറ്റവും ഫലപ്രദമായിട്ട് യോഗ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കണ്ടെത്തിയത്. പ്രകൃതിയുമായി അതുപോലെ സമൂഹവുമായും സംസ്കാരവുമായും എല്ലാം ഏറ്റവും അടുത്ത് ഇടപഴകാൻ കഴിയുന്ന ഒന്നായിട്ടാണ് യോഗയെ വിലയിരുത്തപ്പെടുന്നത്. യോഗയിലൂടെ രോഗശാന്തി മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു അഭ്യാസം കൂടിയായിട്ടാണ് യോഗ ഇന്ന് വിലയിരുത്തുന്നത്. ഒരുപക്ഷെ അത് ശരിയുമാണ് എന്ന് നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് യോഗ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനിപ്പോൾ രാവിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ജില്ലാതല പരിപാടി ഇവിടെ ഷൊർണൂരിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷവും ബ്രഹ്മകുമാരീസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ചടങ്ങ് നടത്തിയിരുന്നു. ഇത് നടക്കുന്നത് പ്രധാനമായിട്ടും യോഗയുടെ പ്രാധാന്യം അത് കുറേ ആളുകളിലേക്ക് എത്തിക്കുക, അതിന് നല്ല രീതിയിലുള്ള പ്രചരണം കൊടുക്കുക, അതുവഴി കുറേ ആളുകളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെയുള്ള ആരോഗ്യവും അവരുടെ സമൂഹ നന്മയുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒന്നായതുകൊണ്ടാണ് അതിന് വിദ്യാലയങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് അത് കൊണ്ടുവരാനായിട്ട് സർക്കാർ, അത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെല്ലാം തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ബ്രഹ്മകുമാരീസ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. വളരെ നല്ല ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ യോഗ ചില ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഞാനും കുറച്ചൊക്കെ അഭ്യസിച്ചിരുന്നു. പിന്നെ നമുക്ക് സമയത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് പിന്നീട് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് യോഗ എന്ന് നമ്മുടെ എല്ലാം അവനവൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്ന ഒന്നാണ് യോഗ എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നമുക്ക് ബ്രഹ്മകുമാരീസിൻ്റെ നേതൃത്വത്തിൽ അത് കുറേ കൂടി വിപുലപ്പെടുത്താം. ഒരുപക്ഷെ കഴിഞ്ഞ തവണ നടത്തിയതിനേക്കാൾ ഒരു വിപുലമായ ചടങ്ങാണ് ബ്രഹ്മകുമാരീസ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അത് വളരെ ഏറെ നമുക്ക് സമൂഹത്തിന് ഗുണപ്രദമാണ്. അതിനുവേണ്ടിയുള്ള സംഘാടന മികവ് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇവിടെ മൈലുവാനത്തിലാണ് എന്ന് പറഞ്ഞപ്പോഴും ഇത്രയും അധികം ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അതിൽ വളരെ ഫലപ്രദമായിട്ട് ഷൊർണൂർ അതിൻ്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സംഘാടനം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റ് നക്ഷത്രങ്ങളിലൊക്കെ നമുക്ക് താമസിക്കാൻ ലോകമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ എന്തായാലും ഇതുവരെയും അങ്ങനെ ഒന്ന് സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പറയാം, നമുക്ക് സുഖകരമായി ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ ആ രചയിതാവ് ആരാണോ ഈ സുന്ദരമായ സൃഷ്ടിയുടെ ഡിസൈൻ ചെയ്ത് നമുക്കെല്ലാവർക്കും വേണ്ടി സമാധാനപൂർണമായി ജീവിക്കാൻ സർവസ്വവും സർവസമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കാൻ സ്വർഗ തുല്യമായി ഈ ഭൂമി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നു. ഇന്ന് യോഗ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ലോകം, നാം വസിക്കുന്ന ഈ ഭൂമി നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുമ്പോൾ നമ്മുടെ മക്കളും പേരമക്കളും നാളെ വരുന്ന തലമുറകൾക്കും വേണ്ടി എത്ര സുന്ദരമായിട്ടാണ് നമ്മളിത് കൈമാറാൻ പോകുന്നത്. കാരണം യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം യോജിപ്പെന്നാണ്. അപ്പം ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ഇപ്പോൾ വസിക്കുന്ന നമ്മുടെ തലമുറ നമ്മൾ എത്ര യോജിപ്പോടു കൂടി ജീവിക്കുന്നു, അത്ര മാത്രമേ ഈ സുന്ദരമായൊരു ഭൂമിയെ നമുക്ക് സമ്മാനിക്കാൻ കഴിയും. പക്ഷെ ഇന്ന് ഇവിടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം, പറയും പോലെ സുന്ദരമായൊരു അന്തരീക്ഷത്തിലല്ല നമ്മുടെയൊക്കെ ജീവിതം.
നമ്മളിപ്പോൾ ഇവിടെ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴും വിശ്വത്തിൻ്റെ നാനാഭാഗത്തും അശാന്തിയുടെ, ദുഃഖത്തിൻ്റെ, യുദ്ധങ്ങളുടെ പോർവിളികൾ, പ്രകൃതിക്ഷോഭങ്ങളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ വേദനകൾ, ഏതെല്ലാം തരത്തിലുള്ള കുടുംബ കലഹങ്ങൾ, അക്രമങ്ങൾ, വിഷമങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങളുടെ ദീനരോദനങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വൈബ്രേഷൻ, ആ അലകൾ, അതിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മൾ ഈ യോഗാദിനം ആഘോഷിക്കണം. പക്ഷേ നമ്മുടെ സന്ദേശം യോഗാദിനത്തിൻ്റെ വൺ എർത്ത്. അപ്പം ഈ ഒരു ഭൂമിയെ നമുക്കുള്ളൂ ജീവിക്കാൻ. അപ്പം ഈ ഭൂമുഖത്ത് നമ്മളെല്ലാം യോജിപ്പായി എപ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നു? യോജിപ്പർത്ഥം ഒന്ന്, മനസ്സും ശരീരവും തമ്മിൽ യോജിക്കണം. ആരോഗ്യമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരവും നമുക്ക് വേണം. രണ്ടാമത്തെ യോജിപ്പ് എന്താ? നമ്മുടെ മനസ്സുകൾ തമ്മിലുള്ള യോജിപ്പ്. നമ്മളെല്ലാവരുടെയും റോള് വേറെയായിരിക്കാം. അഡ്വക്കേറ്റിൻ്റെ റോള് വേറെയാണ്, ചെയർമാൻ സാറിൻ്റെ റോള് വേറെയാണ്. നമ്മുടെ എല്ലാവരുടെയും റോളിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ നമുക്കിടയിൽ യോജിപ്പുണ്ടാകണമെങ്കിൽ മനസ്സുകൾക്ക് യോജിപ്പ് എപ്പോഴേ ഉണ്ടാകുള്ളൂ? എപ്പോഴാണോ നമ്മൾ റിയലൈസ് ചെയ്യണേ നമ്മൾ കേവലം ഈ റോള് മാത്രമല്ല, നമ്മളിരിക്കുന്ന ഈ ശരീരം, ഈ കോസ്റ്റ്യൂമിൻ്റെ ഉള്ളിൽ നമ്മൾ അഡ്വക്കേറ്റിൻ്റെ റോളാണെങ്കിലും, ബ്രഹ്മകുമാരിയുടെ റോളാണെങ്കിലും, ചെയർമാൻ സാറിൻ്റെ റോളാണെങ്കിലും, സോഷ്യലിസ്റ്റിൻ്റെ റോളാണെങ്കിലും, നമ്മൾ ആരെല്ലാം ഏതെല്ലാം റോൾ അഭിനയിക്കുന്നോ, അത് അച്ഛൻ്റെ ആകട്ടെ, അമ്മയുടെ ആകട്ടെ, എൻജിനീയർ ആകട്ടെ, ഡോക്ടറാകട്ടെ, ഈ റോളുകളെല്ലാം കേവലം നമ്മുടെ അഭിനയ ഭാഗവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റോളെല്ലാം അഭിനയിക്കുന്ന ഞാൻ ആരാണ്? ഞാൻ സോളാണ്. സോള് വേറെ, റോള് വേറെ. ഈ കോൺഷ്യസ്നെസ് എപ്പോൾ നമുക്കുണ്ടാകണോ? സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കിട്ടിയ റോൾ അഭിനയിക്കാൻ എപ്പോൾ തുടങ്ങുന്നോ അപ്പോഴേ നമുക്ക് യോഗമുണ്ടാകുള്ളൂ, യോജിപ്പുണ്ടാകുള്ളൂ, മനസ്സുകൾക്കുള്ളിൽ യോജിപ്പുണ്ടാകുള്ളൂ. കാരണം യോഗശാസ്ത്രം നമുക്ക് നൽകുന്ന തിരിച്ചറിവ് എന്താണ്? നമ്മൾ കേവലം ഈ നശിക്കുന്ന ദേഹമല്ല, ഈ ദേഹത്തിനുള്ളിലിരിക്കുന്ന ചൈതന്യമാണ്. യോഗാസനങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത യോഗാസനം നമ്മളെ നയിക്കുന്നത്, ആസനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? സ്ഥിരം സുഖം ഇതി ആസനം. നമുക്ക് സ്ഥിരമായി സുഖം നൽകുന്നതായിരിക്കണം ആസനം. അപ്പം നമ്മളെല്ലാവരും എവിടെ ഇരിക്കുകയാണെങ്കിലും, ആസനം മീൻസ് സീറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സീറ്റ് ഏതാണ്? സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മൾ വീട്ടിലാണ് ഇരുന്ന് റോൾ അഭിനയിക്കുന്നതെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, ഗവൺമെൻറ് ജോലിയാണെങ്കിലും, സാമൂഹ്യ സേവനങ്ങളിൽ നമ്മുടെ റോളാണെങ്കിലും, നമ്മൾ എവിടെ ഇരുന്ന് നമ്മുടെ റോൾ അഭിനയിക്കുകയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ആരാണെന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ നമ്മുടെ റോള് പ്ലേ ചെയ്യുക. ദ ബീയിങ്, ഞാൻ എന്ന് പറയുന്ന ചൈതന്യമാണ് ഈ ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിലിരുന്ന് പാർട്ട് അഭിനയിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചൈതന്യത്തെ ദർശിക്കാൻ നമ്മൾ തുടങ്ങിയാൽ, നമ്മൾ കേവലം ഈ പുറമേ കാണുന്ന സ്ത്രീ പുരുഷൻ നശിക്കുന്ന ദേഹമല്ല, ഇതിനുള്ളിലിരിക്കുന്ന ചൈതന്യം, ഹ്യൂമൻ ബീയിങ് എന്നല്ലേ നമ്മളെ പറയാം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിലൊരു ഹ്യൂമൻ പാർട്ടുണ്ട്, ഇതിനുള്ളിൽ ഒരു ബീയിങ് പാർട്ടുണ്ട്. സോ ഹ്യൂമസ് പ്ലസ് ബീയിങ് ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ബീയിങ്. നശ്വരമായി ഈ ദേഹത്തിനുള്ളിൽ ആത്മാവെന്ന് പറയുന്ന അനശ്വരതയാണ് നമ്മളെ അച്ഛനും അമ്മയും ഡോക്ടറും എൻജിനീയറും ഒക്കെ ആക്കി ചൈതന്യവത്താക്കി വെച്ചിരിക്കണേ. അപ്പോൾ നമുക്കിടയിൽ ഒരു യോജിപ്പുണ്ടാകണമെങ്കിൽ, യോഗമുണ്ടാകണമെങ്കിൽ, നമുക്കൊരു സന്തുലിത അവസ്ഥയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം നമുക്ക് നമ്മൾ ആരാണെന്ന തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഈശ്വരൻ പറയുന്നത് നമ്മൾ കേവലം ഈ നശിക്കുന്ന ദേഹമല്ല, ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന അനശ്വര ചൈതന്യമാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഒരു
ദൃഷ്ടികോണോടുകൂടി നമ്മളെല്ലാവരും ഒരു ലൈറ്റാണ്, ഡിവൈൻ എനർജിയാണ്. അപ്പം നമ്മളെല്ലാവരെയും എങ്ങനെ കാണും? എല്ലാവരെയും എങ്ങനെ കാണും? പിന്നെ അല്ല, നമ്മുടെ മുന്നിൽ വെളുത്താളും കറുത്താളും ഇല്ല, നമ്മുടെ മുന്നിൽ പാവപ്പെട്ടാളും പണക്കാരനും ഇല്ല, നമ്മുടെ മുന്നിൽ ഹിന്ദു മുസൽമാൻ ഇല്ല, നമ്മുടെ മുന്നിൽ അല്ലേ പാർട്ടിയുടെ വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല, മതത്തിൻ്റെ വ്യത്യാസമില്ല. നമ്മളെല്ലാവരെയും എങ്ങനെ കാണും? എല്ലാവരും നമ്മുടെ ആത്മസഹോദരങ്ങളാണ്, നമ്മളുടെ ആത്മബന്ധുക്കളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ടൊക്കെ നമ്മൾ ലെറ്റേഴ്സൊക്കെ അയക്കുമ്പോൾ, ഒരു ഫംഗ്ഷന് ക്ഷണിക്കുമ്പോൾ നമ്മൾ ക്ഷണപത്രികയിൽ ആദ്യം എഴുതിയിരുന്നത് എന്താണ്? എങ്ങനെ അഭിസംബോധന ചെയ്തിരുന്ന എല്ലാവരെയും? ധന്യാത്മൻ, പുണ്യാത്മൻ, ആത്മബന്ധു, അങ്ങനെയല്ലേ വിളിച്ചിരുന്നേ? അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിടയിലുള്ള ബന്ധുത്വം റിയൽ റിലേഷൻഷിപ്പാണ്. ഫിസിക്കലി മാത്രമാണ് നമ്മുടെ റോള് വ്യത്യാസം. ആത്മരൂപത്തിൽ നമ്മൾ രണ്ടാളും ആരാണ്? സഹോദരാത്മാക്കളാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും രാവിലെ സ്കൂളിൽ എന്താ പ്ലഡ്ജ് ചെയ്തിരുന്നത്? നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, എന്താ ഇന്നത്തെ സ്ലോഗൻ? വൺ എർത്ത്. ഈ ഭൂമുഖത്തുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനം തന്നെ അതല്ലേ? വസുദൈവ കുടുംബകം. ഈ മുഴുവൻ ഭൂമിയും ഒരു കുടുംബമാണ്. ലോകമേ തറവാട്. നമ്മളെല്ലാവരും അല്ലേ ആ തറവാട്ടിലെ മക്കളാണ്. കാരണം എന്താ? ആത്മസ്വരൂപത്തിൽ നമ്മളെല്ലാം പരമാത്മാവിൻ്റെ മക്കളാണ്. അപ്പോൾ മനസ്സുകൾ തമ്മിൽ യോജിപ്പുണ്ടാകണമെങ്കിൽ ഭഗവാൻ പറയണത് നമുക്കുണ്ടാകേണ്ട യോഗം എന്താണ്? ഈ മുഖത്തെ നോക്കുന്നതിന് പകരം, ഈ ദേഹത്തെ നോക്കുന്നതിന് പകരം, സ്ത്രീ പുരുഷനായി കാണുന്നതിന് പകരം ഏറ്റവും ഉയർന്ന ഹയർ കോൺഷ്യസ്നെസ്, അതാണ് ഏത്? സോൾ കോൺഷ്യസ് ലിവിങ്. ആത്മബോധത്തിൽ ജീവിക്കുക. ഈ ഡ്രൈവർ ഈ വണ്ടി ഓടിക്കുക, ഡ്രൈവറാണെന്ന ബോധത്തിലിരുന്നുകൊണ്ട് വണ്ടി ഓടിക്കുക. അതാണ് രാജയോഗത്തിൽ നമ്മൾ പഠിക്കണം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം, ഇവിടെ നമ്മുടെ യോഗി ജീവിത മാർഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മളെ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ആത്മബോധത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ലോകത്തിൽ നിങ്ങൾ എൻജിനീയറാകാനും ഡോക്ടറാകാനും വക്കീലാകാനും ഒക്കെ പഠിക്കുന്ന കോളേജുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്. പക്ഷേ മുഴുവൻ വിശ്വത്തിൽ മനുഷ്യനെ ആത്മബോധത്തിൽ ജീവിക്കാൻ എല്ലാവരും എൻ്റെ സഹോദരാത്മാക്കളാണ്. ഭഗവാന്റെ തിരുജ്യോതി സ്വരൂപം ദർശിച്ച് സായുജ്യവും സാമീപ്യവും സാന്നിധ്യവും എന്നെ പരമാനന്ദത്തിൽ ആറാടിക്കുകയാണ്. എല്ലാം സമർപ്പിക്കപ്പെട്ട് എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉത്തരവാദിത്വ ഭാരവും സമർപ്പിച്ച് കേവലം ഭഗവാന്റെ മടിത്തട്ടിലൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഭാരരഹിതമായി ശക്തിശാലിയായ സർവേശ്വരൻ്റെ കരങ്ങൾക്കുള്ളിൽ
മനക്കരുത്താർജിച്ച് ഐശ്വര്യ ശക്തിയുടെ കരങ്ങൾ മുഴുവൻ വിശ്വത്തിലും ഒരു കുട പോലെ, കോട്ട പോലെ ഭൂഗോളമെല്ലാം സർവമാനവരാശിയും സർവചരാചരങ്ങളും ഈശ്വരീയ കുടക്കീഴിനുള്ളിൽ സർവരും സദാ സുഖമായിരിക്കട്ടെ. സർവർക്കും മംഗളമുണ്ടാകട്ടെ. ഈശ്വരീയ ശക്തിയുടെ കോട്ടയ്ക്കുള്ളിൽ സർവരും സദാ സുരക്ഷിതരാണ്. കടലോളം ശാന്തി. മാനവഹൃദയങ്ങളെയെല്ലാം ശാന്തിക്കടലിൽ ആറാടിച്ച് ഹൃദയങ്ങളെല്ലാം സമാധാനം കൊണ്ട് നിറഞ്ഞ് എല്ലാവർക്കും സാന്ത്വനമുണ്ടാകട്ടെ. വേദനിക്കുന്ന മനസ്സുകളെല്ലാം ശക്തിശാലികളാകട്ടെ. സദാ ശാന്തമായി പരസ്പര സ്നേഹാദരവോടുകൂടി സന്തുലിതമായൊരു ജീവിതം ജീവിച്ച് ഈ ഭൂമുഖം വീണ്ടും വൺ എർത്ത്, വൺ ഹെൽത്ത്, ഹെൽത്തി, വെൽത്തി, ഹാപ്പി, സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ് സ്വർലോകമായി ഭൂമി പരിവർത്തനമാകട്ടെ. മാനവ മനസ്സുകളെല്ലാം യോഗി ജീവിതം ജീവിക്കാൻ ദൃഢസങ്കൽപ്പമെടുക്കട്ടെ. ഓരോ മാനവനും യോഗിയായി യോഗ്യമായ ജീവിതത്തിലൂടെ വ്യക്തിഗതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും രാഷ്ട്രത്തിനും മംഗളം ചെയ്യുന്നവരായി മാറട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി. അടുത്തതായി അമ്മ നൃത്തകലാലയത്തിലെ അവതരിപ്പിച്ച കുമാരിമാർക്ക് മീന ബെഹൻജി ഈശ്വരീയോപഹാരം നൽകുന്നു. കുമാരിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ നൃത്ത സംവിധാനം ചെയ്ത ശോഭ ടീച്ചർ, ചെറുതുരുത്തി ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ ഗീതം ആലപിച്ച ശീതൾ ശിവദാസിനെയും വേദിയിലേക്ക്
സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ഒപ്പം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ മെഡിറ്റേഷനും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന 2 വിദ്യാർത്ഥിനിമാരാണ് യോഗ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത്. അവർക്കും അവരുടെ ഒരു വിശേഷതയുണ്ട്. ഈ കഴിഞ്ഞ 10ാം തരത്തിലെ ബഹുഭൂരിപക്ഷത്തോടുകൂടെ A+ നേടിയ കുമാരി ആർദ്രയെയും ഫുൾ A+ നേടിയ ദേവാമൃതയെയും ഈ അവസരത്തിൽ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ട് നൽകി ബ്രഹ്മകുമാരി മീനാ ബെഹൻ ഈശ്വരീയ ഉപഹാരം നൽകുന്നു. ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി മീനാജി ബഹൻജി, ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ MK ജയപ്രകാശ്, ബഹുമാന്യനായ ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ, അതുപോലെ ശ്രീ CR അളകസ്വാമി, അസിസ്റ്റൻ്റ് ഡിവിഷണൽ എഞ്ചിനീയർ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സിനി മനോജ്, അതുപോലെ വിവേകാനന്ദ പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ, ശ്രീ പ്രസാദ്, മറ്റ് വേദിയിലും ഇരിക്കുന്ന ബഹുമാന്യ ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തപ്പെടുന്ന ഈ യോഗ ദിനത്തിൽ എന്നെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചതിൽ ഞാനിതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം 2 ചെറിയ കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോക യോഗാ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച് ഇത് 11ാം വർഷമാണെങ്കിലും എത്രയോ വർഷത്തിൻ്റെ തപസ്സും പാരമ്പര്യവും അവകാശപ്പെടുന്ന സനാതന ധർമ്മം അത് ഏത് കാലത്തും അതിന് വ്യത്യാസമില്ലാണ്ട്, അത് കലിയുഗമെന്നോ ധാപരയുഗമെന്നോ വ്യത്യാസമില്ലാണ്ട് അതിങ്ങനെ പരിണാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ നിമിത്തങ്ങൾ ഓരോന്നിനും ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ യോഗയെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവാനും ലോകം അംഗീകരിക്കാനും യോഗയെ ഐച്ഛിക വിഷയമായെടുത്ത് പഠിക്കുവാനുമൊക്കെ ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ സാധിച്ചത് ഒരു അവതാര പുരുഷൻ നരേന്ദ്രമോദിജിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ്. അദ്ദേഹം സ്വജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നേടിയിട്ടുള്ള ആത്മജ്ഞാനം അത് പ്രധാനമന്ത്രിയായ ശേഷം ഈ ലോകത്തോട്, ഈ രാജ്യത്തോട് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളുടെ അംഗീകാരം നേടുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനുഭാവനാണ്. ഓം ശാന്തി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും 11ാം യോഗാ ദിന ആശംസകൾ. നമ്മളിന്ന് രാവിലെ പാലക്കാട് അശ്വതി കല്യാണ മണ്ഡപത്തിൽ യോഗാ ദിന ആചരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടത്തെ 2ാമത്തെ പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ യോഗ അഭ്യസിക്കാം. എല്ലാവരും നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ
കൂടുതലായിട്ടുള്ളൊന്നും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഇവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? ആണോ? ഒന്ന് കൈവെക്കൂ. എല്ലാവരും ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫിസിക്കലി ഇരിക്കുന്നുണ്ട്, മെൻ്റലി ഇവിടെ ഇരിക്കുന്നുണ്ടോ? മൈൻഡ് ഇവിടെ തന്നെയാണോ? ആണല്ലേ? മൈൻഡ് ഇവിടെ തന്നെയാണ് അല്ലേ? ബോഡി ആൻഡ് മൈൻഡ്, ശരീരവും മനസ്സും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സോ യോഗം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ഇപ്പോൾ വേറെ വേറെ സ്ഥലങ്ങളിലാണ് അല്ലേ? ഒരുമിച്ചല്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ടാവും, ഇവിടെ നമ്മുടെ മനസ്സെപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് 21-ാം തീയതി എത്തി, 2025 ഇവിടെ നമ്മുടെ മനസ്സിപ്പോൾ ചിലപ്പം 2024 അല്ലേ? അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നടന്ന ആ കാലഘട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്തേക്കും പോകും അല്ലേ? ഇനി വരാൻ പോണത് എന്താ, 2030 എന്താ സംഭവിക്കാൻ പോണത്, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള രീതിയിലുള്ള വ്യാകുലതകളും ആകുലതകളും നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സീസ അല്ലേ? നമ്മൾ സീസോ എന്നൊക്കെ പറയാമല്ലേ, കുട്ടികൾ കളിക്കുന്ന ഒരു സംഭവം അല്ലേ? എല്ലാവരും കൈയൊന്ന് ഉയർത്തും, ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ അല്ലേ? എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കുറേ നേരമായാലും ഇരിക്കുന്നു, ഒന്ന് നമുക്ക് നമ്മുടെ ശരീരത്തേക്ക് ഒന്ന് ലൂസാക്കാം. കൈകൾ നന്നായിട്ടൊന്ന് കൊടയാം, നല്ല രീതിയിൽ കൈ ഷേക്ക് ചെയ്യാം, നന്നായിട്ട് ഷേക്ക് ചെയ്തോളൂ. അപ്പം നമ്മുടെ ശ്രദ്ധയെ കൈകളിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഒരു നിമിഷം കൈകൾ അയച്ചിട്ട് കണ്ണടച്ചിട്ട് ആ കൈകളിലുണ്ടായ ആ തരിപ്പൊന്ന് ഫീൽ ചെയ്യാം. സോ നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ ആ കൈകളിലേക്ക് പോയി, കൈകളിൽ ആ ഒരു രക്തസഞ്ചാരം കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് കൈകൾ സൈഡിലേക്ക് ഉയർത്തുക. 2 കൈകളും സൈഡിലേക്ക് ഉയർത്തി വീണ്ടും നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, മുകളിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ യോഗ ചെയ്യാം. നമ്മൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഏത് ഭാഗത്തേക്കുള്ള ഒരു വ്യായാമമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതിന് മുമ്പായിട്ട് നമുക്ക് സിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്ഥിതി, മനസ്സിൻ്റെ സ്ഥിതിയെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയെ, അതാണല്ലോ ധ്യാനത്തിലൂടെ സമാധിയിലേക്ക് സമസ്ഥിതി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്ഥിതി. ആ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ജനിച്ച സമയത്ത് നമ്മളെങ്ങനെയാണ് വന്നത് അല്ലേ? നമുക്ക് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെയാണല്ലോ ഈ ഡ്രസ്സ്, അങ്ങനെ പല പല സംഭവങ്ങൾ, നമ്മൾ പല പല ഭാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൂട്ടി. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ സന്തോഷമായിരുന്നില്ലേ? ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കൂ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷമായിട്ടിരുന്നത് ഒന്ന് കണ്ണടച്ചിട്ട് ചിന്തിച്ച് നോക്കും. ഒരു കൊച്ചു കുട്ടിയായിട്ട് നമ്മളെ സങ്കല്പിക്കുക. ആ കൊച്ചു കുട്ടിയായിരിക്കുന്ന ഞാൻ, വളരെ വളരെ കൊച്ചുകുട്ടി, ഞാൻ വളരെ ഹാപ്പിയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കളിക്കാൻ ഒരു സാധനം കയ്യിലില്ലെങ്കിലും ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ വളരെ സന്തോഷവാനാണ്, സംതൃപ്തനാണ്, ഹാപ്പിയാണ്. ഓക്കെ, ആ കൊച്ചുകുട്ടിയെപ്പോലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതായത് ലാഫിങ് യോഗ, നമുക്ക് യോഗയെ ലാഫിങ് യോഗ എന്നും പറയും. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കൊണ്ട് ഒന്ന് ചിരിക്കൂ. എല്ലാവരും കണ്ണ് തുറന്ന് നന്നായിട്ടൊന്ന് ചിരിക്കൂ. ഹാപ്പി ആയിട്ട് ഒരു കൊച്ചുകുട്ടി ചിരിക്കുന്നത് പോലെ. നമ്മളെങ്ങനെയാണ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ചിരിച്ചത് അല്ലേ? ഒന്ന് ചിരിക്കും നോക്കട്ടെ എല്ലാവരും അല്ലേ?
കൊച്ചുകുട്ടി ചിരിക്കുന്ന പോലെ ഒന്ന് ഉറക്കെ ചിരിക്കും. ഓക്കെ, ചിരിക്കാമല്ലോ എല്ലാവർക്കും. ഓക്കെ ഓക്കെ, എല്ലാവരും പരസ്പരം നോക്കിയിട്ടൊന്ന് ചിരിച്ചു നോക്കൂ. ആ പുഞ്ചിരിയെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം അല്ലേ? സോ വളരെ ഹാപ്പി ആവുക. വളരെ ഹാപ്പി ആയിട്ടൊന്ന് ബോഡി ഒന്ന് ഷേക്ക് ചെയ്തുകൊണ്ട് വളരെ ഹാപ്പി ആവുക. ഫുൾ ബോഡി ഒന്ന് ഷേക്ക് ചെയ്യാം, വളരെ സന്തോഷത്തോടു കൂടി ഷേക്ക് ചെയ്യാം അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷവാനാണ് അല്ലേ? എന്നിട്ട് വാക്കിംഗ് ചെയ്യാം, സന്തോഷത്തോടെ നടക്കുക. ഐ എം വെരി ഹാപ്പി, വെരി പീസ്ഫുൾ, വെരി പവർഫുൾ അല്ലേ? സന്തോഷത്തോടെ നടക്കുക അല്ലേ? സന്തോഷം കൂടിയാൽ നമ്മൾ എന്താ ചെയ്യാം? സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ അല്ലേ? സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഇരിക്കാത്തത് അല്ലേ? സന്തോഷം കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തുള്ളിച്ചാടും അല്ലേ? അപ്പോൾ ഒന്ന് തുള്ളിച്ചാടിക്കൊള്ളൂ അല്ലേ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതാണ് ലാഫിങ് യോഗ എന്ന് പറയുന്നത് അല്ലേ? സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് അല്ലേ? ഇന്ന് യോഗാ ദിനത്തിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റി, ഞാൻ വളരെ സന്തോഷവാനാണ് അല്ലേ? ഈശ്വരൻ എന്നെ കൊണ്ടുവന്നില്ലേ, അതുകൊണ്ട് നമ്മൾ ഈശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ വ്യായാമം ചെയ്യാം. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് ആദ്യം താഴേക്ക് കൊണ്ടുവരിക, സാവധാനം മുകളിലേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോവുക. കഴുത്തിൽ ശ്രദ്ധയെ കൊണ്ടുവന്നുകൊണ്ട് കഴുത്തിനെ ഫീൽ ചെയ്യാം. അതുപോലെ കഴുത്ത് സൈഡ് വേസ് ബെൻഡ് ചെയ്യുക. സൈഡിലേക്ക് നോക്കുക. അർജന്റായിട്ടുള്ളൊരു അനൗൺസ്മെന്റ് ഉണ്ട്. KL 53 T 8420. ഇത് ആരുടെ വണ്ടിയാണെങ്കിലും എത്രയും പെട്ടെന്ന് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് മാറ്റണം. അവിടെ വണ്ടി ബ്ലോക്കായി കിടക്കുന്നുണ്ട്. വണ്ടി നമ്പർ KL 53 T 8420. ആരെങ്കിലും ആണോ വണ്ടി? ഓക്കെ, ഇനി സൈഡ് ഭാഗത്തേക്ക് നോക്കുക. ഇനി താഴേക്ക് കൊണ്ടുവന്ന് റൈറ്റിലേക്ക് റൊട്ടേഷൻ ചെയ്യുക. തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ്. ശ്വാസം എടുത്തുകൊണ്ട് പകുതി റൊട്ടേഷൻ, ശ്വാസം വിട്ടുകൊണ്ട് പകുതി റൊട്ടേഷൻ. ഓക്കെ, ഒന്ന് കണ്ണടച്ചിട്ട് കഴുത്തിലിട്ട് ഉണ്ടായ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഫീൽ ചെയ്യുക. കൈകൾ നേരെ നിവർത്ത, രണ്ട് കൈയും ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുക. ശ്രദ്ധയെ ഷോൾഡറിൽ കൊണ്ടുവന്നുകൊണ്ട് ഷോൾഡർ ഭാഗത്തുണ്ടാകുന്ന ആ ഒരു മാറ്റം നമ്മൾ ഫീൽ ചെയ്യുക. രണ്ട് കൈയും നല്ല രീതിയിൽ, നമ്മുടെ കൂടുതൽ സ്ട്രെസ്സ് ടെൻഷനൊക്കെ അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ഷോൾഡേഴ്സ്. അപ്പോൾ അതിനുള്ള മൂവ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കുക, നല്ല രീതിയിൽ മൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കൈകൾ ഉയർത്തി വെച്ചുകൊണ്ട് സ്ട്രെച്ച് ചെയ്യാം. വീണ്ടും തലയിൽ തന്നെ കൊണ്ടുവന്ന് ശ്വാസം എടുത്തുകൊണ്ട് സൈഡ് വേസ് ബെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സൈഡിൽ കൈവച്ചുകൊണ്ട് ബാക്കിലേക്ക് അർദ്ധചക്രാസനം എന്ന് പറയും. ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക, ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക് വരിക. വീണ്ടും ഓക്കെ, നമുക്കിനി ഇരുന്നു കൊണ്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാം.
എല്ലാവരും ഒന്ന് ഇരുന്നോളൂ. നിന്നിട്ട് കൈയും കാലെല്ലാം നീക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇരുന്നിട്ടുള്ള യോഗ, ചെയർ യോഗ അല്ലേ, പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. ചെയർ യോഗ, നമ്മൾ ബ്രഹ്മകുമാരീസിൽ നമ്മൾ പഠിപ്പിക്കുന്ന യോഗയെ നമ്മൾ രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയും. രാജയോഗ എന്ന് പറയുന്നത് കേവലം ഒരു ചെയ്യുന്ന ഒരു യോഗം മാത്രമല്ല, അത് രാജയോഗി ജീവിതമാണ്. രാജയോഗി ജീവിതം എന്ന് പറയുമ്പോൾ അല്ലേ, ആ രാജയോഗി ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് യോഗ എന്ന് പറയുമ്പോൾ യോഗി കുക്കിംഗ് ഉണ്ട്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ യോഗം ചെയ്യുക അർത്ഥം അല്ലേ, നമ്മൾ ഏത് കർമ്മയോഗമാണ് രാജയോഗം. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധയെ ആ കർമ്മത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. സോ കുക്കിംഗ് ചെയ്യുമ്പോഴുള്ള യോഗത്തെ കുക്കിംഗ് യോഗ എന്ന് പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യുന്ന യോഗത്തെ അല്ലേ ഈറ്റിംഗ് യോഗ എന്ന് പറയും. പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ യോഗി ഖേത്തി എന്ന് പറയും. യോഗം ചെയ്തുകൊണ്ടുള്ള കൃഷി, യോഗം ചെയ്തുകൊണ്ടുള്ള പാചകം, യോഗം ചെയ്തുകൊണ്ടുള്ള ഭക്ഷണം അല്ലേ. നമ്മുടെ എല്ലാ രീതികളും മാറിയല്ലോ. ഭക്ഷണം കഴിക്കുന്ന നമ്മളെങ്ങനെയാണ്? TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലില്ല. അതുകൊണ്ടാണ് പറയുന്നത് യോഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് നമ്മളിവിടെ യോഗം. മറ്റുള്ള പല എക്സസൈസുകളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടും പലതും സംസാരിച്ചുകൊണ്ടും നമ്മൾ പല ജിമ്മിലൊക്കെ എക്സസൈസ് ചെയ്യും. പക്ഷേ യോഗ എന്ന് പറയുന്നത് അതല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയും കൂടി കൊണ്ടുവരാനുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചേർന്നിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ അത് ചേർന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു വ്യായാമം ലഭിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് ചെയറിൻ്റെ ഫ്രണ്ടിലേക്ക് ലേശം വരിക. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഫ്രണ്ടിലേക്ക് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക, ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുക, മനസ്സിനവിടേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഓക്കെ, നമ്മളൊന്ന് ഫീൽ ചെയ്യുക. കൈകൾ ഈ രീതിയിൽ കൊണ്ടുവരിക. എന്നിട്ട് നേരെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. ഒരു കൈ വൺ ഹാൻഡ്. ഒരു കൈ ഇങ്ങനെ കൊണ്ടുവന്ന് എന്നിട്ട് ഈ കൈനെ ഈ രീതിയിൽ പിടിക്കുക. ഓക്കെ, റിലാക്സ്. അതുപോലെ മറ്റേ കൈ നേരെ ഈ രീതിയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ രീതിയിൽ പിടിക്കുക. ഓക്കെ, നമ്മുടെ കാലിൻ്റെ മുകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കൈ ഇവിടെ വെച്ചുകൊണ്ട് ബാക്കിലേക്ക് ചെയർ പിടിക്കുക. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. വക്രാസനം എന്ന് പറയും, ട്വിസ്റ്റ്. ഇനി ഫ്രണ്ടിലേക്ക് നേരെ വരിക. മറ്റേ കാല് ഇനി ഇവിടെ കൈ വെച്ചുകൊണ്ട് ഈ സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, റിലാക്സ്. സോ യോഗാസനങ്ങളിൽ നമുക്ക് ലൂസനിങ് എക്സസൈസ് ഉണ്ട്, അതിനുശേഷം ആസനങ്ങൾ, അതിനുശേഷം പ്രാണായാമം. പ്രാണായാമത്തിൽ നമ്മൾ കുറച്ചൊന്ന് രണ്ട് പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ആദ്യം ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്നത് ചെയ്യാം. ഭസ്ത്രിക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ ശക്തിയോടുകൂടി പുറത്തേക്ക് കളയുന്നതൊന്നാണ്. ഒരു പ്യൂരിഫിക്കേഷനാണ്. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു പ്യൂരിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വേണ്ടാത്തത്, നെഗറ്റീവ്, മോശമായത് ഉണ്ടോ അതിനെയും കളയണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അല്ലേ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, നമ്മുടെ ശ്വാസകോശങ്ങളിലും ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസിനെയും നമ്മൾ പുറത്തേക്ക് കളയാനായിട്ട് ഭസ്ത്രിക പ്രാണായാമം. സോ ശ്വാസം എടുത്തുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുക. തുടർന്നുകൊണ്ടിരിക്കൂ. 10 മിനിറ്റും സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ണുകളടച്ചൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഉള്ളിലെ നെഗറ്റീവിനെ, വേസ്റ്റിനെ, ടോക്സിൻസിനെ എല്ലാം ഞാൻ കളഞ്ഞ് ഉള്ളിൽ ഒരു കാലിയായതായിട്ട് ഫീൽ ചെയ്യാം. വീണ്ടും ഒരു 5 റൗണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകളടച്ചൊന്ന് ഫീൽ ചെയ്യാം. ഓരോ അഭ്യാസങ്ങൾക്ക് ശേഷവും 1 മിനിറ്റ് ധ്യാനം, അതിന് ഫീൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം. അടുത്തത് കപാൽഭാതി പ്രാണായാമം. നമ്മൾ ശ്വാസത്തെ അടിവയറ്റിൽ നിന്നും പുറത്തേക്ക് ശക്തമായിട്ട് കളയാണ്. അടിവയറ്റ് അകത്തേക്ക് പോകണം. ചിന്മുദ്രയിലിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ശിരസിൽ നിന്നും അതുപോലെ അടിവയറ്റിൽ നിന്നുമുള്ള പൂർണ്ണമായിട്ടും രണ്ടും ചേർത്തിട്ട് പുറത്തേക്ക് കളയുക. ഒരു റൗണ്ട് കൂടി ചെയ്യൂ. റിലാക്സ്. കണ്ണുകളടച്ചൊന്ന് ഫീൽ ചെയ്യാം. ഈ ശരീരത്തിനകത്ത് ശരീരത്തിൻ്റെ ഡ്രൈവറായ ഞാനാത്മാ പുരികമധ്യത്തിൽ മസ്തിഷ്കത്തിന് നടുവിലിരിക്കുന്നു. നമ്മൾ വണ്ടിയെ ഓടിക്കുന്ന ആളാണ്. നമ്മൾ സീസോവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൈകൾ, ഹലോ എല്ലാവരും കണ്ണുകൾ തുറക്കാം. കൈകൾ രണ്ടും 2 സൈഡിലേക്ക് അല്ലേ, സീസോ 2 സൈഡിലേക്കും പോകും. പക്ഷേ അത് വീഴില്ല അല്ലേ. സീസോ നമ്മൾ കളിക്കുമ്പോൾ ഒരു സൈഡ് ഭാരം കൂടിയ ആ സൈഡിലേക്ക് പോകും, മറ്റേ സൈഡിലേക്ക് ഭാരം കൂടിയ മറ്റേ സൈഡിലേക്ക് പോകും. വീണ്ടും അത് 2 സൈഡിൽ നിന്ന് ഭാരം എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നിൽക്കുക? ബാലൻസിൽ നിൽക്കും അല്ലേ. ബാലൻസിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? അത് ബാലൻസിൽ നിൽക്കാനായിട്ടൊരു മെക്കാനിസം അതിലുണ്ട്. ആ മെക്കാനിസം ഉള്ളത് കൊണ്ട് അതവിടെ നിൽക്കും. പക്ഷെ നമ്മളവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത തരത്തിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ സീസോ എന്ന് പറയില്ലല്ലോ. പിന്നെ അതെന്തായിട്ട് മാറും? അത് ഒരു ബെഞ്ച് പോലെയാവും. അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും പോവില്ല. ബെഞ്ചിലിരിക്കുന്നത് പോലെ ഉണ്ടാവും. ബെഞ്ചിലിരിക്കുന്ന പോലെ ഇരുന്ന സുഖം ഉണ്ടാവില്ലല്ലോ. നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അല്ല, സീസോയിലിരുന്ന് ഇങ്ങനെയും പോകണം, അങ്ങനെയും പോകണം. എന്തിനാ അങ്ങനെയും ഇങ്ങനെയും പോകേണ്ടത്? എന്തിനാ? അപ്പോഴാണ് ജീവിതത്തിൽ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവുക അല്ലേ. ചൂടും വേണം, തണുപ്പും വേണം, രാത്രിയും വേണം, പകലും വേണം, പ്ലസും വേണം, മൈനസും വേണം. പക്ഷേ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും നമ്മൾ എന്താവരുത്? വീണ് പോകരുത്. നമ്മളിപ്പോൾ വീണ് പോയിരിക്കുക അല്ലേ. ഈ സൈഡിലേക്ക് അങ്ങോട്ട് പോയി ഭാരം കൂടിയതോടുകൂടി അവിടെ കിടക്കുക, അല്ലെങ്കിൽ ഇവിടെ കിടക്കുക. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് വീണ് പോയത് അല്ലേ. സോ വീണ് പോകാൻ കാര്യം അല്ല, ഒരു നട്ട് പോയാൽ സ്ക്രൂ പോയാൽ വീണ് പോകുമെന്ന് പറയാറില്ലേ? അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സ്ക്രൂ പോയ പോലെയാണ് അല്ലേ. സോ ഇവിടെ ആത്മനേത്രം എന്ന് പറയുന്ന ആ സെൻറ്റർ പോയിൻ്റ്, ആ സെൻറ്ററിൽ നമ്മൾ ഇരിക്കണം. ആ സെൻറ്ററിൽ ഇരുന്നാലേ ആ സ്ക്രൂവിനെ നമുക്ക് വീണ്ടും ഒന്ന്
റീസെറ്റ് ചെയ്യും. സോ യോഗ എന്ന് പറയുന്നത് അതാണ് അല്ലേ. അവിടെ സെറ്റായിരുന്നു കൊണ്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും പോകാം. രണ്ട് സൈഡിലേക്കും പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മൾ വീണു പോവില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? എൻജോയ് ചെയ്യും അല്ലേ. ജീവിതത്തെ എൻജോയ് ചെയ്യാനുള്ളതല്ലേ. സോ യോഗം നമ്മളെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. പറയാറുണ്ട് യോഗം ചെയ്താൽ 100 വയസ്സ് ജീവിക്കും എന്നുള്ളതല്ല അല്ലേ. നമുക്ക് 100 വയസ്സ് വരെ ജീവിക്കുക എന്നുള്ളതല്ല അല്ലേ. 100 വയസ്സ് വരെ ജീവിക്കും യോഗം ചെയ്തപ്പോൾ. 100 വയസ്സ് വരെ നമ്മൾ ആ സന്തോഷത്തോടു കൂടി ജീവിക്കും. വെറുതെ ജീവിക്കുന്ന ജീവിതമല്ലല്ലോ വേണ്ടത് അല്ലേ. നമുക്ക് എങ്ങനെ ജീവിക്കണം? 100 വയസ്സ് സന്തോഷത്തോടു കൂടി ജീവിക്കണം. സോ അതാണ് യോഗം നമ്മളെ പ്രാപ്തരാക്കുന്നത്. 100 വയസ്സ് വരെ ജീവിക്കാനും 100 വയസ്സ് വരെ സന്തോഷത്തോടു കൂടി എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാ ആസ്വാദനവും അനുഭവിച്ചുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാൻ, ആ സൈഡ് പോയാലും ശരി ഈ സൈഡ് പോയാലും ശരി, നമുക്ക് ആ ഒരു ബാലൻസ് നമുക്ക് നിലനിർത്താം അല്ലേ. ആ ബാലൻസ് നിലനിർത്തണമെങ്കിൽ അല്ലേ, ഒരു ആസനമുണ്ട്, ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് പറയുന്ന ആസനം. എല്ലാവരും നിന്നോളൂ. ഒറ്റക്കാലിൽ നിൽക്കുന്ന ആസനം ചെയ്യാം. അതാണ് വൃക്ഷാസനം അല്ലേ. സോ ഒരു കാല് മറ്റേ കാലിൽ ചേർത്ത് വെച്ചുകൊണ്ട് പിടിച്ചിട്ട് നിൽക്കാം. നിങ്ങൾക്ക് ചെയറുള്ളത് കൊണ്ട് പിടിച്ച് നിൽക്കാം അല്ലേ. പിടിച്ച് നിന്നുകൊണ്ട് ഓക്കെ. വീണ്ടും അടുത്ത കാല്. അപ്പം എല്ലാവരും കണ്ണുകളടച്ച് ഒറ്റക്കാലിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക അല്ലേ. ഒറ്റക്കാലിൽ നമ്മളെങ്ങനെയാണ് നിൽക്കുന്നത്? മുകളിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ആരുമായിട്ട് ഞാൻ പിടിച്ചിട്ടില്ല. ഇവിടെ നിന്നുള്ള പിടുത്തം ഞാൻ വിട്ടു. ലോകത്തിൽ ഞാൻ വ്യക്തികൾ, സാധനങ്ങൾ, വസ്തുക്കൾ അതിനൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നിൽക്കാൻ പറ്റില്ല. സോ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കണമെങ്കിൽ മുകളിലുള്ള ആളുമായിട്ട് നമ്മുടെ പിടുത്തം ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ പിടുത്തം ഇവിടെ ഉണ്ടായിരിക്കണം, മുകളിലുള്ള ആളുമായിട്ട് എൻ്റെ മനസ്സിൻ്റെ പിടുത്തം ഉണ്ടായിരിക്കണം. എൻ്റെ ആശ്രയം ആ പരമാത്മാവുമായിട്ടാണ്, പരമശക്തിയുമായിട്ടാണ്. അതാണ് എൻ്റെ എന്നെന്നുമായിട്ടുള്ള ആശ്രയം, എന്നെന്നുമായിട്ടുള്ള ശക്തി, എന്നെന്നുമായിട്ടും എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ പരമാത്മാവുമായിട്ടുള്ള ബന്ധത്തെയാണ് രാജയോഗം എന്ന് പറയുന്നത് അല്ലേ. സോ ആ രാജയോഗം നമുക്ക് പഠിക്കണ്ടേ അല്ല. ആ പഠിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ജീവിതം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ ഒരു നിമിഷം നമുക്ക് ഇരിക്കും അല്ലേ. ആസനങ്ങളിൽ നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലത്തെ ആസനത്തെ നമ്മൾ ശവാസനം എന്ന് പറയും അല്ലേ. നമുക്കൊരു ശവാസനം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ചെയറിൽ ബാക്കിലിരിക്കുക, ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൈകൾ കാലിന് മുകളിൽ വയ്ക്കാം. നിവർന്നിരിക്കണമെങ്കിൽ സൗകര്യമാകുമ്പോൾ നിവർന്നും ഇരിക്കാം. കണ്ണുകളടച്ച് റിലാക്സ്. മറ്റെല്ലാ ചിന്തകളുടെയും ഭാരത്തെ ഇറക്കി വെച്ച് പൂർണ്ണമായും ഭാരരഹിതനായി മാറുക. എൻ്റേതായി ഒന്നും തന്നെ ഇല്ല. ഈ ശരീരം പോലും എൻ്റേതല്ല. ഞാൻ എൻ്റെ മനസ്സിനെ ഈ ശരീരത്തിൽ നിന്നും വേർപെടുത്തി പുറത്തേക്ക് വരികയാണ്. ഞാൻ ഈ ശരീരത്തിൽ ഇല്ല. ഞാൻ മുകളിലേക്ക്, ആകാശത്തിലേക്ക്, അതിനും അപ്പുറത്തുള്ള ആ നിത്യതയിലേക്ക് പറന്ന്
പൂർണ്ണമായ ശാന്തിയിൽ, നിത്യശാന്തിയിൽ റെസ്റ്റ് ചെയ്യുകയാണ്. റെസ്റ്റ് ഇൻ പീസ്. ഈ ശരീരം ഇവിടെ ഡ്രൈവറില്ലാത്ത ശരീരം. ഈ ശരീരവും ഇപ്പോൾ റെസ്റ്റ് ഇൻ പീസ്. ഈ ശരീരത്തെ ശല്യപ്പെടുത്തുന്ന, ദ്രോഹിക്കുന്ന, ഉപയോഗിക്കുന്ന ഡ്രൈവർ ഇതിനകത്തില്ല. ശരീരം പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. ശരീരം വിശ്രമത്തിലാണ്. കായകൽപ്പ ചികിത്സയിലാണ്. സ്വയം സൗഖ്യപ്പെടാനുള്ള കഴിവുള്ള ശരീരം ഇപ്പോൾ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലെ ചൂടും തണുപ്പും കാറ്റും ഓക്സിജനും ജലവും എല്ലാം എടുത്ത് ഈ ശരീരം പൂർണ്ണ ആരോഗ്യവാനായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുകളിൽ ആ ശാന്തമായ ലോകത്തിൽ നിന്നും തിരിച്ച് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ഈ ശരീരത്തിൽ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റായ മസ്തിഷ്കത്തിന് നടുവിൽ ഭ്രൂമധ്യത്തിലേക്ക് ഒരു പ്രകാശബിന്ദുവായി വന്നിരിക്കുകയാണ്. ഞാൻ സന്തോഷവാൻ, സംതൃപ്തൻ, ശാന്തൻ. എൻ്റെ ഈ ശരീരം പൂർണ്ണ ആരോഗ്യമുള്ള ദൃഢമായ ഫ്ലെക്സിബിളായ ശരീരം. ഞാൻ കർമ്മക്ഷേത്രത്തിലേക്ക് ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ഈ സൃഷ്ടിയിൽ വൃക്ഷങ്ങൾ വളരുന്നത് പോലെ ഞാൻ ആത്മാവാകുന്ന വിത്ത് ഞാൻ വളർന്ന് അനേകർക്ക് തണലും അനേകർക്ക് ഫലവും നൽകുന്ന ഒരു വൃക്ഷമായി ഞാൻ വളരുകയാണ്. അനേക വൃക്ഷങ്ങളെ ഈ സൃഷ്ടിയിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു.
സാവധാനം കണ്ണുകൾ തുറന്ന് കൈകളൊക്കെ ചലിപ്പിക്കുക. കാല് പതുക്കെ ചലിപ്പിക്കാം. കാലിൻ്റെ ടോസിൽ നിൽക്കുക. പെരുവിരലിൽ കാലിനെ മുന്നോട്ട് കൊണ്ടുവരിക. ഒരു കാല് സൈഡിൽ ഫ്രണ്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇരു കാലുകളും നമുക്ക് ആംഗിൾ റൊട്ടേഷൻ, തിരിച്ച് റൊട്ടേഷൻ. കാൽവിരലുകൾ നമുക്കൊന്ന് ഒരു ടാപ്പിംഗ് യോഗ എന്ന് പറയും. ശരീരത്തിൽ നമ്മൾ ഫുൾ ഊർജം നിറഞ്ഞിട്ടുണ്ട്. ആ ഊർജത്തെ ഒന്നുകൂടി നമുക്ക് നല്ല രീതിയിൽ ശരീരം മുഴുവനും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടാപ്പിംഗ് ചെയ്യുക. കയ്യിൽ അതുപോലെ അടിവയറ്റിൽ ഫ്രണ്ടും ബാക്കും രണ്ട് കൈ കൊണ്ടും ചെയ്യുക. അടിവയറ്റിൽ ചെയ്യുക. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സോ നന്നായിട്ട് അടിവയറ്റിലൊന്ന് ടാപ്പ് ചെയ്യുക. രണ്ട് കൈ കൊണ്ടും ബാക്കിൽ ടാപ്പ് ചെയ്യാം. നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ, കിഡ്നിയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ബാറ്ററി പോലെയാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് ഓക്കെ സൈഡിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഒരു മൊത്തം ശരീരത്തെ ഒന്ന് നമുക്ക് ഫ്രഷ് ആക്കിയിട്ട് ഒഴിഞ്ഞു കൊടുക്കാം. വളരെ ഹാപ്പിയായി, ഫ്രഷായി, സന്തോഷവാനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഓം ശാന്തി. നന്നായിട്ട് കൈയടിക്കാം. അതൊരു അല്ലേ കൊട്ടുന്ന വ്യായാമമാണ്. താങ്ക് യു. ഓം ശാന്തി. പതിനൊന്നാമത് ദേശീയ അന്തർദേശീയ യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രജാപത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷവാന്മാരാണെന്ന് എല്ലാവരുടെയും മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.
ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഷൊർണൂരിൻ്റെ ചെയർമാൻ ശ്രീ MK ജയപ്രകാശ്, ഇവിടെ നമ്മളെയെല്ലാം ആത്മീയതയിലേക്ക് കൈപിടിച്ചുയർത്തിയ, വളരെ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും കൂടി നമ്മുടെ എല്ലാവരുടെയും മാനസിക സംഘർഷത്തെ കുറച്ച് നമ്മൾ ഓരോരുത്തരെയും നമ്മിലേക്ക് സ്വയം ആവാഹിച്ചെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവിടെ പ്രതിപാദിച്ച, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ മീന മെഹൻജി, മറ്റ് വേദിയിൽ ഉള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ 11 വർഷങ്ങളായി ജൂൺ 21-ാം തീയതി നമ്മൾ അന്തർദേശീയ യോഗാ ദിനമായി ആചരിക്കുകയാണ്. 2014 ഡിസംബർ മാസത്തിൽ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംഭാവനയായ യോഗയെക്കുറിച്ച് പ്രതിപാദിക്കുകയും ലോകരാഷ്ട്രങ്ങളിൽ ഈ ഒരു വിദ്യ പ്രചാരത്തിലാവേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വളരെ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജൂൺ മാസവും 21-ാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ യോഗാ ദിനമായി ആചരിക്കപ്പെടുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 1,00,000-ലധികം കേന്ദ്രങ്ങളിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബഹുമാന്യായ ബ്രഹ്മകുമാരി മീനാജി, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ആത്മീയതയുടെ ഒരു ഉന്നത തലത്തിലേക്ക് നമ്മുടെ എല്ലാ മനസ്സിനെ മീനാജി എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ യോഗയുടെ ഗോപാലകൃഷ്ണൻ സാർ നമ്മളെ യോഗ എന്ന ഒരു ചിന്തയിലെ അല്ലെങ്കിൽ പ്രവർത്തന രീതിയിലെ നമ്മുടെ മനസ്സെയും ശരീരത്തെയും എത്തിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വളരെ സന്തോഷവാന്മാരാണ്. നമ്മളത് വളരെയധികം ആസ്വദിച്ചു, അനുഭവിച്ചു. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇത് തുടർച്ചയായി എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും ഇത്തരത്തിൽ ആത്മീയവും മാനസികവും ശാരീരികവുമായ പ്രാക്ടീസുകളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൗതികമായൊരു ലോകത്തേക്ക് ഇറങ്ങുകയും അതിൻ്റെ ചിന്തകളും അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഓട്ടം, അതിൻ്റെ എല്ലാമായി ഇതെല്ലാം മറന്നുകൊണ്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് പിന്നീട് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പല ഫോൺ കോളുകളും, ഇന്ന് വൈകുന്നേരം ഇനി എന്ത് പ്ലാൻ ചെയ്യണം, എങ്ങനെ വേണം ഒരാൾ ഒരു കക്ഷി വരുമ്പോൾ എഴുതി കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ 1-2 പരിപാടികൾ പല മേഖലകളായിട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്താൻ കുറച്ച് വൈകിയത്. കറക്റ്റ് 10:30 മണിക്ക് തുടങ്ങുമെന്നെല്ലാം ഇതിൻ്റെ സംഘാടകർ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും ആ സമയത്ത് എത്താൻ സാധിച്ചിട്ടില്ല. ഒറ്റപ്പാലത്തൊരു പ്രോഗ്രാം, ഷൊർണൂരിൽ മറ്റൊരു പ്രോഗ്രാം, 1-2 പ്രോഗ്രാമുകളിലായിരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം വളരെ നേരത്തെ അഡ്വക്കേറ്റ് പ്രഭാശങ്കർജി സൂചിപ്പിച്ച പോലെ ഇവിടെ വന്നിരുന്ന ആർക്കും ഒരു പരിഭവവും ഒരു വെറുപ്പും തോന്നിയിട്ടുണ്ടാവില്ല. വളരെ ഞാനൊരു 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ. 10:30 മണി മുതൽ ഈ 1 മണി വരെ ഇരിക്കുന്ന ആളുകൾക്ക് എന്തായാലും
വളരെ മനസ്സിനൊരു പോസിറ്റീവായ എനർജി, ശരീരത്തിനും പോസിറ്റീവായ എനർജി ഉണ്ടാക്കാൻ അതിന് യോഗ മെഡിറ്റേഷൻ എടുത്ത നമ്മുടെ യോഗാചാര്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്തി, ശരീരത്തെ ഉണർത്തി വളരെ നല്ല ഒരു പ്രോഗ്രാമായി ഈ പരിപാടി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ സെൻ്ററുകൾ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഗുരുസ്ഥാനീയരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടല്ലേ? വിശക്കണില്ലേ? എന്താ അമ്മ പറയണത്? വിശക്കണില്ല എന്ന് പറയണത്. വിശപ്പ് ഉണ്ടാവണം. ഏതാണ്ട് 1 മണി കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ നേരത്തെ ഇതിന് മുന്നേ സംസാരിച്ച ശ്രീരാമേട്ടൻ സൂചിപ്പിച്ചു, 105 വയസ്സായിട്ടുള്ള ഉപേന്ദ്ര എന്ന് പറഞ്ഞ ഒരു മുത്തശ്ശൻ, അദ്ദേഹം ദിവസവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും യോഗ ചെയ്ത് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. 105 വയസ്സുള്ള ഒരു മുത്തശ്ശനാണ്. അപ്പം ഈ ദൈനംദിനത്തിൽ യോഗ ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ബ്രദർ ഇവിടെ കാണിക്കുന്നു, വൃക്ഷാസനം ചെയ്യാൻ പറഞ്ഞ സമയത്ത് പല ആളുകളും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അത് കൃത്യമായിട്ട് വൃക്ഷാസനത്തിൻ്റെ സ്ഥിതിയിൽ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ ഇവിടെ മെഡിറ്റേഷൻ ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തന്നു. അത് ദിവസവും നമ്മുടെ ജീവിത ശൈലിയായി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല പ്രായമുള്ള ആളുകളുണ്ട്, ബ്രഹ്മകുമാരീസിലുള്ള ആളുകൾ. ഞാനും അധിക്ഷേപിക്കല്ല കേട്ടോ, പക്ഷേ അവരുടെ മുഖത്തൊക്കെ ഒരു ശ്രീത്വമില്ലേ, കാണുമ്പോൾ ഒരു ഐശ്വര്യമില്ലേ, അത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ദൈനംദിനം ഈ തരത്തിൽ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നുകൊണ്ട് വരുന്നതാണ്. എൻ്റെ മുഖത്ത് ഐശ്വര്യം ഉണ്ടോ? 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 ഓം ശാന്തി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യോഗവും ഇവ രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇവ രണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ചില ജീവിത അനുഭവങ്ങൾ ഞാൻ ഇവിടെ ചെറിയ വാക്കുകളിൽ അവതരിപ്പിക്കാം. യോഗ അത് ശാരീരിക എക്സർസൈസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശരിയായ ചിട്ടപ്രകാരം അല്ലെങ്കിലും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ 72-ാം വയസ്സിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എനിക്ക് ഇപ്പോൾ ഉള്ള അനുഭവം അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമതായി യോഗം, അതായത് രാജയോഗം, അത് പറഞ്ഞതുപോലെ കഴിഞ്ഞ 25.5 വർഷങ്ങളായിട്ട് ഞാൻ ആദരണീയായ ബ്രഹ്മകുമാരി മീനാജിയുടെ നേതൃത്വത്തിൽ തുടക്കം മുതൽ ഇപ്പോഴും ഒരേ ആവേശത്തോടും കൂടി ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഫലം അനുഭവിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു നോട്ടീസ് കിട്ടിയതിന് പ്രകാരം ബ്രഹ്മകുമാരി സെൻറ്ററിൽ ചെന്നു. എനിക്ക് കിട്ടിയ ആദ്യത്തെ വിശദീകരണം ഇതാണ്, അതായത് എന്താണ് രാജയോഗം എന്നുള്ളത്. പൊതുയോഗം രാജയോഗം ഒരേ മാതിരിയാണ് എന്നാണ് എനിക്ക് പറഞ്ഞത്. പൊതുയോഗം എന്ന് പറഞ്ഞാൽ നേതാവും പൊതുജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിൽ കൂടെ നടക്കുന്ന എന്താണ്, നേതാവിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക, അതാണ് പൊതുയോഗം.
അതേപോലെ തന്നെ രാജയോഗം. രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉയർന്നതിലും ഉയർന്നത് ആരാണ്? അത് സർവേശ്വരനായ പരമാത്മാവ്, ഒരേ ഒരു ഈശ്വരൻ. ആ ഈശ്വരൻ നമ്മൾക്ക് എന്താണ് പകർന്നു തരിക? ഈശ്വരൻ്റെ ഗുണങ്ങൾ, ശക്തികൾ എന്തൊക്കെയാണ്? സ്നേഹസാഗരൻ, ദയാവാരതി, കരുണാസാഗരൻ, സർവശക്തിവാൻ എന്നൊക്കെയല്ലേ പാടിപ്പോഴ്ത്താറുള്ളത് നമ്മൾ. അത് നമ്മളിലേക്കും കിട്ടുകയാണ്. ഈശ്വരൻ്റെ സന്താനങ്ങളായ നാം ആത്മാക്കൾക്ക് ഈ മനസ്സും ബുദ്ധി കൊണ്ടും ഉള്ള കണക്ഷനിലൂടെ നമ്മളിലേക്ക് പകർന്നു കിട്ടുക. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? നന്ദി അരവിന്ദാക്ഷൻ സർ. അടുത്തതായി പരംപിതാവായ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് നാം ഓരോരുത്തരും. ആത്മചൈതന്യങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു. നാം ഓരോ ആത്മദീപങ്ങളെയും സ്മരണയ്ക്കായി നമുക്ക് ഭദ്രദീപം തെളിയിക്കാം. ഷൊർണൂരിലെ പൗരപ്രമുഖർ ഒരുമിച്ച് ചേർന്ന് ഈ മംഗളകർത്തവ്യം നിറവേറ്റുന്നതാണ്. ക്ഷണിക്കപ്പെട്ട എല്ലാ വിശിഷ്ട അതിഥികളെയും വരിവരിയായി വന്ന് വേദിക്ക് താഴെ ഒരുക്കിയിരിക്കുന്ന ദീപസ്തംഭത്തിനരികിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിക്ക് അരികിൽ ഒരുക്കിയിരിക്കുന്ന ദീപസ്തംഭത്തിനരികിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. ബ്രഹ്മകുമാരീസിൻ്റെ രാജയോഗ ധ്യാനം എന്ന ആത്മീയ വിദ്യ വിശ്വവ്യാപകമായി പ്രദാനം ചെയ്തുകൊണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പ്രവർത്തിക്കുന്നു. സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് ജാതി, മത, സ്ത്രീ, പുരുഷ പ്രായഭേദമില്ലാതെ എല്ലാവർക്കും സൗജന്യമായി രാജയോഗ പരിശീലനവും ആത്മീയ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതാണ്. സർവേഷാം സ്വസ്തിർഭവതു, അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കുക. ദീപം കൊളുത്തി എല്ലാവരും മുകളിൽ നിന്ന് വേണം താഴേക്ക് കൊളുത്താനായിട്ട്. ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് പോകണ്ട. കൊളുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ നൃത്തകലാലയം അവതരിപ്പിക്കുന്ന നൃത്തങ്ങളാണ്. സെമി ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കുമാരി ശിശിര, കുമാരി താര, വൈഷ്ണവി, ധനുശ്രീ, കീർത്തന എല്ലാ കുമാരിമാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ മഹിമയുള്ള നൃത്തമാണ് കുമാരിമാർ അവതരിപ്പിക്കുന്നത്. മകരസംക്രമദീപാവലിതൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ. മകരസംക്രമദീപാവലിതൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ. നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും. അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ.
തത്വമസിക്കു പൊരുൾ പടവാം പടിപതിനെട്ടും കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ തത്വമസിക്കു പൊരുൾ പടവാം പടിപതിനെട്ടും കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പൂകുമ്പോ ഉൾത്തുടി കൊട്ടും നൃത്തമുതിർക്കും എന്നെ മറക്കും ഞാൻ ഉറഞ്ഞു പാടും തമസോമാ ജ്യോതിർഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ തിരുനാളമുതിർക്കും സൗവർണപ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോ കർപ്പൂരത്തിരിനാളമുതിർക്കും സൗവർണപ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോ ഉദിക്കയാണെൻ മനസ്സിൽ നിന്നുടെ തേജോരൂപം ഞാൻ ഉണർന്നു പാടും മൃത്യുർമാമൃതം ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും അസതോമാ സദ്ഗമയ മകരസംക്രമദീപാവലിതൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ നീ തെളിഞ്ഞു നിൽക്കുമ്പോ ഇന്നത്തെ 11ാമത് വിശ്വയോഗ ദിനാചരണ പരിപാടി വളരെയധികം മംഗളകരമാക്കിയ സർവേശ്വരനായ ഭഗവാനോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട നഗരപിതാവ് ശ്രീ ജയപ്രകാശ് അവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഈശ്വരൻ്റെ നാമത്തിൽ സമർപ്പണം ചെയ്ത തൻ്റെ ജീവിതത്തിൻ്റെ അമൂല്യ നിമിഷങ്ങൾ നമുക്കായി കണ്ടെത്തി നമുക്ക് ആശീർവചനങ്ങളേകി യോഗാദിന സന്ദേശം നൽകിയ രാജയോഗിനി ബ്രഹ്മകുമാരി മീനാ ബഹൻജി രാവിലെ 6 മണിക്ക് പാലക്കാട് വേറൊരു പ്രോഗ്രാമിന് പങ്കെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് വന്നെത്തിയിരിക്കുന്നത്. ബ്രഹ്മകുമാരീസ് മലപ്പുറം പാലക്കാട് ജില്ലയുടെ അലൗകിക പാലനാകർത്താവായ മീനാ ബഹൻജിക്കും ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. BJPയുടെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി, 2ാം വാർഡ് മുനിസിപ്പൽ കൗൺസിലർ, ഫോർമർ മഹിളാ മോർച്ച സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ ബഹുമാനപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് സിനി മനോജിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് ഡിവിഷണൽ എഞ്ചിനീയർ സദേൺ റെയിൽവേ ശ്രീ CR അളകാർ സ്വാമി, മധുരൈ പാലക്കാട് ഡിവിഷനിൽ 23 വർഷങ്ങളായി റെയിൽവേ സർവീസ് ചെയ്തു വരുന്നു. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പാലക്കാട് മലപ്പുറം മീഡിയ കോർഡിനേറ്റർ, യോഗാസനം പഠിപ്പിച്ചു വരുന്ന ടീച്ചറുമായ ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണൻ ഭായിജിക്കും നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ N ശ്രീരാമൻ അവർക്കും നന്ദി. ഒറ്റപ്പാലത്ത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ, ജൈവം ഗ്രൂപ്പ് ചെയർമാൻ, നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ S പ്രഭാശങ്കർ, അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു.
PWD റിട്ടയേർഡ് എഞ്ചിനീയർ ബ്രഹ്മകുമാർ അരവിന്ദാക്ഷൻ ബായിക്കും നന്ദി പറയുന്നു. വളരെ ദൂരത്തു നിന്നും നമ്മുടെ പരിപാടിക്ക് വന്നതാണ് ബായി. കൂടാതെ മലപ്പുറം ജില്ലയിലെ സീനിയർ രാജയോഗ ടീച്ചറായ കവിത ബഹൻജിക്കും നന്ദി പറയുന്നു. നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചതുമായ ബ്രഹ്മകുമാരി കവിത ബഹൻ പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റർ ഇത്രയും ദൂരത്ത് നിന്നാണ് നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ അട്ടപ്പാടി സേവാ കേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബ്രഹ്മകുമാരി സുനിത സിസ്റ്റർ സഹയോഗത്തിനായി ഇത്രയും ദൂരത്ത് നിന്ന് വന്നെത്തിയിരിക്കുന്നു. നമ്മുടെ പരിപാടിക്ക് സഹയോഗം ചെയ്തു തന്നു. സുനിത സിസ്റ്റർക്കും നന്ദി. ഒറ്റപ്പാലം സേവാ കേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബ്രഹ്മകുമാരി അനിത സിസ്റ്റർ സഹയോഗത്തിനായി നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അനിത സിസ്റ്റർക്കും നന്ദി പറയുന്നു. ബ്രഹ്മകുമാരി സുസ്മിത സിസ്റ്ററും എത്തിച്ചേർന്നിട്ടുണ്ട്. സിസ്റ്റർക്കും നന്ദി പറയുന്നു. പാലക്കാട് നിന്നും നമ്മുടെ മുതിർന്ന സഹോദരൻ ബ്രഹ്മകുമാർ നാരായണൻകുട്ടി ബായിയും എത്തിയിട്ടുണ്ട്. ഇത്രയും ഭംഗിയായി സ്റ്റേജ് അലങ്കരിച്ചിരിക്കുന്നത് 30 വർഷമായി ബ്രഹ്മകുമാരീസ് സേവനം ചെയ്തു വരുന്ന നാരായണൻകുട്ടി ബായിയും സംഘവുമാണ്. അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആദരിക്കപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഭദ്രദീപം തെളിയിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ പേരിലും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. നമുക്ക് ഈ ഹോൾ അനുവദിച്ചു തന്ന ഡോക്ടർ രാജൻ അവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഹോളിലെ സഹായികൾക്കും നന്ദി. രചന സൗണ്ട് സിസ്റ്റം പ്രകാശ് അവർക്കും നന്ദി പറയുന്നു. പിന്നെ ഈ പരിപാടി വിജയമാക്കി തീർക്കാൻ വേണ്ടി ഈ മഴയായിട്ടും സേവനം ചെയ്ത് സഹായിച്ച പാലക്കാട് ജില്ലയിലെ എല്ലാ സേവാ കേന്ദ്രത്തിലുമുള്ള ഈശ്വരീയ വിശ്വവിദ്യാർത്ഥികൾക്കും എൻ്റെ പേരിലും ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന പാലക്കാട്ടുള്ള എല്ലാ ഭായിമാർക്കും സിസ്റ്റർമാർക്കും അമ്മമാർക്കും ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ കൂടെ എല്ലാ സേവനത്തിനും ഓടി നടന്ന് സഹായിച്ച പവിത്ര സിസ്റ്റർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അമ്മമാർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിലും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും നന്ദി. ഓം ശാന്തി.